എനിക്ക് തന്നെ ഇവിടെ ഈ മൂക്ക് പൊത്തിയിട്ടല്ലാതെ നിൽക്കാൻ പറ്റുന്നില്ല. കടുത്ത പ്രതിഷേധമാണ് നടക്കുന്നത്. ബ്രഹ്മപുരം ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം എല്ലാ ദിവസവും വൈകുന്നേരം 7:30 കെൻറ്റ് മഹൽ ഫ്ലാറ്റിന് മുൻവശം നടക്കുന്നുണ്ട്. ഇന്നത്തേക്ക് 31 ദിവസമായിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുന്നത് വരെ ആ കക്കൂസ് മാലിന്യം ഒഴുകുന്നതൊന്ന് നിർത്തിവെക്കാൻ ഇവർ തയ്യാറാവുന്നില്ല. കെൻറ്റ് മഹൽ മാനേജ്മെൻറ്റും സമരം ശക്തമായി മുന്നോട്ട് പോകും. വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഒരു ദിവസം രാവിലെ മുതൽ ഇവിടെ സമരം ചെയ്യാനുള്ള തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. ഇപ്പോൾ കിണറിൻ്റെ വെള്ളം കുടിക്കാൻ പറ്റാനുള്ള പരിശോധിച്ച കിണറ്റിലേക്കെല്ലാം ഇതിൻ്റെ അണക്കൾ ഇവരെ ഞാൻ പറഞ്ഞ ആ വെള്ളത്തിൽ കൂടെ മുക്കി ഇവർ കൊല്ലണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ഇത് പോക്കറ്റിൽ അവിടെ കാണിച്ചു. കിണറ്റിലെ വെള്ളം പോലും കുടിക്കാൻ പാടാത്തൊരവസ്ഥയാണ്. എനിക്ക് തന്നെ ഇവിടെ ഈ മൂക്ക് പൊത്തിയിട്ടല്ലാതെ നിൽക്കാൻ പറ്റുന്നില്ല. നമസ്കാരം. ബ്രഹ്മപുരം കെൻറ്റ് മഹൽ ഫ്ലാറ്റിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം ജനങ്ങൾ ഇടതിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട് 31 ദിവസമായി ഇവിടെ കടുത്ത പ്രതിഷേധമാണ് നടക്കുന്നത്. ബ്രഹ്മപുരം ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം എല്ലാ ദിവസവും വൈകുന്നേരം 7:30 കെൻറ്റ് മഹൽ ഫ്ലാറ്റിന് മുൻവശം നടക്കുന്നുണ്ട്. പന്തം കൊളുത്തി പ്രകടനമായി എത്തി ഇവിടുത്തെ ഗേറ്റ് കുറച്ചു നേരം ഉപരോധിക്കുന്നു, പിന്നീട് മടങ്ങുന്നു. പക്ഷേ യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. വലിയ പ്രതിഷേധത്തിലാണ് അവരെല്ലാവരും തന്നെ. തീർച്ചയായിട്ടും വലിയ 31 ദിവസമായി ഇതുവരെയും ഒരു പരിഹാരവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് കാരണം വെച്ചാൽ അവർ ഇതിനൊരു ഇത് എടുക്കല്ല, ഒരു അതിൻ്റെ ഇതിനായിട്ട് എടുക്കണ്ടില്ല. ഇന്നത്തേക്ക് 31 ദിവസമായിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുന്നത് വരെ ആ കക്കൂസ് മാലിന്യം ഒഴുകുന്നതൊന്ന് നിർത്തിവെക്കാൻ ഇവർ തയ്യാറാവുന്നില്ല. കെൻറ്റ് മഹൽ മാനേജ്മെൻറ്റും അവർ ഒരു ആളുകളെ വിഡ്ഢികളാക്കുന്നതിൽ ഒരു ഭീഷണി സ്വരത്തിലാണ് ഇവിടുത്തെ ജനങ്ങളോട് പെരുമാറുന്നത്. ഒരു ദിവസം പോലും ഈ 31 ദിവസം സമരം ചെയ്തിട്ടും ഒരു ദിവസം പോലും ജനവാസ മേഖലകളിലേക്കും കിണറുകളിലേക്കും ഒഴുക്കുന്ന ഈ കക്കൂസ് മാലിന്യം ഒഴുക്കൊന്ന് നിർത്തിവെച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പോലും ഇവർ തയ്യാറാവുന്നില്ല. സമരം ശക്തമായി മുന്നോട്ട് പോകും. വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഒരു ദിവസം രാവിലെ മുതൽ ഇവിടെ സമരം ചെയ്യാനുള്ള തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അല്ല, നിങ്ങൾക്ക് ഈ ഒഴുകി വരുന്ന ഭാഗം നിങ്ങൾക്ക് കുറച്ച് കോൺക്രീറ്റ് ഒക്കെ ഉപയോഗിച്ച് അങ്ങ് അടച്ചൂടെ? തീർച്ചയായിട്ടും അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് കണ്ടുപോയി ബഹുമാന കളക്ടറെ ചുമതലപ്പെടുത്തി കളക്ടർ വന്ന് സ്ഥലം സന്ദർശിച്ചു. ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ചെന്ന് അതിൻ്റെ ഒരു വിധി വരാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അതിനും തീരുമാനമില്ലെങ്കിൽ ഞങ്ങൾ ആ നടപടിയിലേക്ക് പോകും. ഇത്രയും നാളെ നിങ്ങൾ ഈ കക്കൂസ് മാലിന്യം സഹിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കണമെന്നാണ്? അതായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്നത് വരെ ഈ വരുന്ന ജനപ്രതിനിധികളും മറ്റു ഉദ്യോഗസ്ഥരും വന്ന് ഇത് കക്കൂസ് മാലിന്യമാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും ഇതൊന്ന് നിർത്തിവെക്കാൻ ഇവർ മര്യാദ കാണിക്കുന്നില്ല. ആ വാൽവ് തുറന്ന് നേരെ ജനവാസ മേഖലകളിലേക്ക് ഒഴുക്കി വിട്ടിരിക്കുകയാണ്. അത് നമ്മൾ 10 മിനിറ്റ് അവിടെ പോയി നിന്നാണ്ടല്ലോ നമ്മൾ പോലും രോഗിയായി മാറും. അതിൻ്റെ ഇത് മണമടിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് കഫക്കെട്ടും പനിയും വരികയാണ്. അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുന്നത്. വലിയ ദുരിതത്തിലാണോ? അതെ വലിയ ദുരിതത്തിലാണ്. ജീവിക്കാൻ പറ്റുന്നില്ല. വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. ഇപ്പോൾ കിണറിൻ്റെ വെള്ളം കുടിക്കാൻ പറ്റാനുള്ള പരിശോധിച്ച കിണറ്റിലേക്കെല്ലാം ഇതിൻ്റെ അണക്കൾ അത് കഷ്ടത്തിലാണ്. കൊതുക് ശല്യം ഭയങ്കരം. അതുപോലെ തന്നെ രോഗികളാണ് ഒത്തിരി ആളുകൾ. പിന്നെ ഇവിടെ 10 കൊല്ലമായി, 10-12 കൊല്ലത്തോളമായി ഈ കെൻറ്റ് മഹൽ എന്ന് പറഞ്ഞൊരു ഈ ഫ്ലാറ്റ് ഇവിടെ വന്നിട്ട് ഇതുവരെയായിട്ട് അതിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഇവർ ഉണ്ടാക്കിയിട്ടില്ല ഈ കക്കൂസ് മാലിന്യത്തിന്. പിന്നെ അവർ പബ്ലിക് റോഡിലേക്ക് ഒഴുക്കി തോട്ടിലേക്ക് വിടാമെന്നും പറഞ്ഞിട്ടാണോ ഇരിക്കുന്നത്? വളരെ സമാധാനപരമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇത് സഹികെട്ടാൽ ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് പോകുകയാണ്. സമരത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ തിരിയുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ജില്ലാ കളക്ടർ ഈ സ്ഥലം സന്ദർശിച്ച് പോയിട്ട് ആഴ്ചകൾ കഴിയുകയാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ 17-ാം തീയതി കോടതിക്ക് ഹാജരാക്കിയ രേഖ എന്തുകൊണ്ടോ ഇന്നലെ കേസെടുത്തപ്പോൾ ഈ രേഖ കോടതിയിൽ ഹാജരായില്ല. അതുകൊണ്ട് കേസ് വീണ്ടും മാറ്റിവെച്ചേക്കാണ്. എന്തുകൊണ്ടാണ് ഇത് ഹാജരാക്കാൻ പറ്റാത്തത്? എനിക്ക് അറിഞ്ഞൂടെ. ഗവൺമെൻറ് പ്ലീഡറാണ് ഇത് ഹാജരാക്കേണ്ടത്. കഴിഞ്ഞ 17-ാം തീയതി കോടതിയിലെത്തിയ സാധനമാണ്. ഈ കളക്ടർ റിപ്പോർട്ട് കിട്ടിയാൽ ഇതിന് ശേഷമാണ് ഇതിനൊരു തീരുമാനം കോടതിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ റിപ്പോർട്ട് മുക്കിയേക്കാണ്. അപ്പോൾ ഇത് ഒരു വലിയ കോക്കസ് ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്.
കാരണം ഇതിൻ്റെ അകത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ആളുകൾ തന്നെ വീഡിയോ എടുത്ത് പുറത്തേക്കിട്ടിട്ടുണ്ട്. ഇവരൊരു കളക്ഷൻ ടാങ്ക് ഉണ്ട്. ഈ കളക്ഷൻ ടാങ്ക് നിറഞ്ഞൊഴുകി ഈ അന്ന് നമ്മൾ കണ്ട ഈ കെന്നുമാളിൻ്റെ പിറകുവശത്തൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതുകൂടാണ്ട് ഒരു പൈപ്പ് വഴിയും തുറന്നു വിടുകയാണ്. ജനവാസ മേഖലകളിൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കോടതി വിധി വരുമ്പോഴത്തേക്കും ഇവിടെയുള്ള ആളുകളൊക്കെ ചത്തു വീഴും, മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. ഇനി സമരത്തിൻ്റെ ഗതി മാറ്റാതെ നിവൃത്തിയില്ല. ഇപ്പോൾ തന്നെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അല്ലേ? നല്ല നല്ല നാറ്റമുണ്ടല്ലേ? നല്ല നാട്ടിൽ തന്നെയല്ല ഇവിടെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. ഇവിടെ ചെയ്യണ വെറും പോക്കത്തിലെന്ന് വെച്ചാൽ വെറും പോക്കത്തിൽ. ഞാൻ പറഞ്ഞ ഈ കെൻറ്റ് ഫ്ലാറ്റിലുള്ളവരെ ആ കുഴി കൊണ്ട് മുക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. വെറും തെമ്മാടിത്തലാണ് ഇവർ ഇവിടെ കാണിച്ചു വയ്ക്കണേ. കോടതിയിൽ കേസുണ്ട്, അവിടെ കേസുണ്ട്, ഇവിടെ കഴിയുമ്പോൾ ഇവർ ഈ തോന്നിയാസാണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത്. ഇത് ഇവരെ ഞാൻ പറഞ്ഞ ആ വെള്ളത്തിൽ കൊണ്ടേ മുക്കി ഇവർ കൊല്ലണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ആ ചെയ്ത് പോക്കത്തിൽ അവിടെ കാണിച്ചു. കെൻറ്റിലെ വെള്ളം പോലും കുടിക്കാൻ പാടാത്തൊരവസ്ഥയാണ് കാണിച്ചു കൂട്ടുന്നത്. ഇവിടെ ഞങ്ങൾ ശാന്തമായി സമരം ഇന്നത്തെ കാലത്ത് സമാധാനമായി സമരം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്നത്തെ കാലത്ത് ശക്തമായി തന്നെ സമരം ഇവർ തടുത്ത് നിർത്തണം. ഒരു ഒറ്റ തന്നെ അകത്തോട്ടും വിടരുത്, പുറത്തോട്ടും വിടരുത്. അതിൽ വൈകുന്നേരം വന്ന് ഈ 15 മിനിറ്റോ 20 മിനിറ്റോ തടഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാലത്ത് തുടങ്ങി ഇവരെ കുടിവെള്ളം മുതൽ ഇവർ ഭക്ഷണം മുതലൊക്കെ ഒരൊറ്റ അകത്തോട്ട് കയറാനെന്ന് വെച്ചാൽ മാത്രം. പഞ്ചായത്ത് വിചാരിച്ചതൊക്കെ ഈ കുടിവെള്ളം പഞ്ചായത്ത് ഒരു തുള്ളി വെള്ളം പുറത്തോട്ട് ഒഴുക്കുന്ന പഞ്ചായത്ത് പറഞ്ഞാണ്. എന്നിട്ട് ഇവരുടെ തോന്നിയവാസമാണ് ഇവിടെ കാണിച്ചു വിടണം മൊത്തം. ഇത് ഈ പഞ്ചായത്തിന് ഒരു വിലയില്ലാത്ത ഒരു ഇതായിരുന്നു ഇവിടെ. പഞ്ചായത്തിന് ഒരു വിലയില്ലാണ്ടായി പോയി. പഞ്ചായത്ത് പറഞ്ഞാണ് ഒരു തുള്ളി വെള്ളം പുറത്തോട്ട് വിടുന്നു പറഞ്ഞിട്ട് ഇവർ കുമാന്നാണ് വെള്ളം പുറത്തോട്ട് വിടേണ്ടത്. 5ന്റെ മോട്ടർ വെച്ച് അടിക്കുമ്പോഴാണ് വെള്ളം പുറത്തോട്ട് ഇവർ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു തീരുമാനം ഈ ഉദ്യോഗസ്ഥന്മാരുടെ നിന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇവർ ഞങ്ങൾ കുറേ പാവപ്പെട്ട ആൾക്കാർ വൈകുന്നേരം ഇവിടെ വരും, ഒരു മുദ്രാവാക്യം വിളിക്കും, തിരിച്ച് വീട്ടിലേക്ക് പോകും, പിറ്റേന്ന് വരും, ഒരു മുദ്രാവാക്യം വിളിച്ച് വീട്ടിലേക്ക് പോകും. ഒരു തീരുമാനം ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ നിന്ന് അവിടുന്ന് വിടുന്ന ആരും തിരിഞ്ഞു നോക്കണമില്ല. ഇപ്പോൾ എൻ്റെ വീട് ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴ്ഭാഗം ഒരു പാടമാണ്. ആ പാടത്തിൻ്റെ അക്കരെയാണ് എൻ്റെ വീട്. അപ്പോൾ കഴിഞ്ഞ ദിവസം 6 കിണറുകളിൽ നിന്നുള്ളത് ടെസ്റ്റ് നടത്തിയപ്പോൾ ഈക്കോളി ബാക്ടീരിയ 2ഉം നമ്മളുടെ കിണറിലുണ്ട്. അത് നമ്മൾ ACBക്ക് ഉൾപ്പെടെ ആ റിപ്പോർട്ട് നമ്മൾ കൊടുത്തേക്കാണ്. എന്ന് വെച്ചാൽ ഏകദേശം ഈ പരിസരം ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ഇതിൻ്റെ അണുക്കൾ ഇത് വന്നേക്കാണ്. കാരണം ഇവരിപ്പോൾ ഒരു 10 വർഷമായിട്ട് ഇത് നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഇത്. കാരണം ഇത്രയും സമരങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടും ധിക്കാരപരമായ നടപടിയാണ് കെൻറ്റ് മഹൽ ഫ്ലാറ്റ് ഉടമയും അതുപോലെ ഇവിടെ താമസിക്കുന്നവർ ചെയ്യുന്നത്. കാരണം അതിനെതിരെ ഞങ്ങൾ ശക്തമായ രൂപത്തിലാണ് ഇപ്പോൾ ഇത്രയും ദിവസം വളരെ സമാധാനപരമായിട്ടുള്ളൊരു സമരമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവർ ശക്തമായ സമരം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. കാരണം ഞങ്ങൾ കോടതി വിധിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ സമാധാനപരമായിട്ട് തന്നെ സമരത്തിലേക്ക് പോകുന്നത്. കാരണം ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ, ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പിന്നെ പിടിവിട്ടു പോകുന്ന ഒരവസ്ഥയാണ്. ഇവരെ സംബന്ധിച്ച് വളരെ സുന്ദരമായിട്ട് ഇവർ ജീവിച്ചും പോണ്. ഇതെല്ലാം ഞങ്ങൾ സഹിച്ചോട്ടെ, നാട്ടുകാർ സഹിച്ചോട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് കെൻറ്റ് മഹലും അതുപോലെ തന്നെ അതിൻ്റെ അസോസിയേഷനും. വളരെ ധിക്കാരപരമായ നടപടിയാണ്. ഗതികെട്ടാൽ എന്ത് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും? ഗതികെട്ട പുല്ലും തിന്നു എന്ന് പറഞ്ഞ പോലുള്ള അവസ്ഥയിലാണ് ഇവിടെ ജനങ്ങളെ. ഇതിനകത്തൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജന്മാവകാശമാണ് ശുദ്ധമായ വായു, ശുദ്ധമായ ജലം. അതിനെയാണ് തടസ്സപ്പെടുത്തുന്നത്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഭരണഘടന നമുക്ക് അനുശാസിച്ച് നൽകിയ അവകാശമാണത്. ആ അവകാശത്തെ ധ്വംസിക്കുന്ന തരത്തിലേക്കാണ് ഒരൊറ്റ ഫ്ലാറ്റിന് ഒരു സമുച്ചയത്തിന് വേണ്ടി STP പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചത്, ആ സംവിധാനം ഉണ്ടാക്കിയത്. അത് 6 ഫ്ലാറ്റുകളിലേക്കും അതേ ഒരു STP തന്നെയാണ് ഇന്നും വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ശരിക്കും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അടക്കമുള്ള പഞ്ചായത്ത് അടക്കമുള്ള ആളുകൾ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കളക്ടറുടെ വളരെ വ്യക്തമായ റിപ്പോർട്ട് ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് സ്ഥലം സന്ദർശിച്ച് ഇവർ പറയുന്ന മുഴുവൻ കാര്യങ്ങളും പച്ചയായ പൊള്ളയാണെന്നുള്ള നിലയ്ക്ക് തന്നെ ബഹുമാനപ്പെട്ട കളക്ടർ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. കോടതി എത്തിയില്ല. അല്ല, കോടതിയിലെത്തിയില്ല. കഴിഞ്ഞ 17-ാം തീയതി കളക്ടർ കൊടുത്തതാണ് ഓൾറെഡി. AGയുടെ കയ്യിലേക്ക് AG എന്തോ മനഃപൂർവ്വമാണോ അല്ലയോ എന്നറിയില്ല. അതെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ് AGയുടെ എല്ലാം. അത് പൊളിറ്റിക്കലായി തന്നെ രാഷ്ട്രീയക്കാർ ഇടപെട്ടുകൊണ്ട് അതിപ്പം ഞങ്ങൾ ആവശ്യപ്പെട്ടേക്കുന്നതാണ്. അത് ശക്തമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാവണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കക്കൂസ് മാലിന്യം പുറത്തേക്ക് ഒഴുക്കരുതെന്ന് പറഞ്ഞ്, പഞ്ചായത്ത് പറഞ്ഞു ഒഴുക്കരുത് പറഞ്ഞു, ഹെൽത്ത് HI പറഞ്ഞു ഒഴുക്കരുതെന്ന് പറഞ്ഞു. ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ മാലിന്യം താഴത്തെ പറമ്പിലേക്ക് ഒഴുക്കി അവിടെ കൂമ്പാരമായി കിടക്കുകയാണ്. ഞങ്ങൾ ആരെയും നോക്കിയൊന്നുമില്ല. ഞങ്ങളവിടെ മോട്ടർ വെച്ച് ഈ മാലിന്യം മോട്ടറിനെ അടിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ അടിക്കണ ഒരു ദിവസം വരാൻ പോണേ.
ഇനി സമരം ഞങ്ങൾ വേറെ ആരും നോക്കിയൊന്നുമില്ല. മോട്ടറിനെ അടിച്ച് ഇവരുടെ പുറകിൽ ഫ്ലാറ്റിൻ്റെ ബാക്കിലേക്ക് അടിച്ച് കയറ്റും ഞങ്ങൾ താഴെ നിന്ന്. കക്കൂസ് മാലിന്യം, അവരുടെ മാലിന്യം അവരുടെ കോമ്പൗണ്ടിൻ്റെ അകത്ത്. ആ ഒരു സമരത്തിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. അതിൻ്റെ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തന്നെ ഇവിടെ ഈ മൂക്ക് പൊത്തിയിട്ടല്ലാതെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. ആ ഒരു രീതിയിലേക്കാണ് ആളുകളുടെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ 10 കൊല്ലമായിട്ട് ഈ തീട്ടവെള്ളം കുടിക്കുക. ഇനി ഒരു ദിവസം പോലെ തീട്ടവെള്ളം കുടിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. ഞങ്ങൾക്ക് സഹിയിട്ട് എന്ന് പറഞ്ഞാൽ ഇനി ഇതിൽ ഒന്നും പറയാനില്ല. ഇവരെ ഒന്നുമില്ല. ഞങ്ങൾ ഇനി ചൊവ്വാഴ്ച സമരം തുടങ്ങുകയാണ്. രാവിലെ മുതൽ ഓരോരുത്തരെ അകത്തേക്ക് വിടില്ല, പുറത്തേക്ക് വിടില്ല. സ്കൂൾ വണ്ടി മാത്രം വിടും. അത് വിടണമല്ലോ നമുക്ക്, അത് മര്യാദയാണല്ലോ. ബാക്കി ആരെയും പുറത്തേക്ക്, ജോലിക്കാരെ പുറത്തേക്ക് വിടുന്ന പണിയില്ല, അതെന്ന് പറയാൻ കയറ്റുമില്ല. ഇവിടെ വെള്ളം വണ്ടി വരെ ഞങ്ങൾ തടുക്കും, ശക്തമാക്കും. എന്നാലേ ഇവിടെ പരിഹാരം ഉണ്ടാവുള്ളൂ. പിന്നെ മില്ലി മാടോന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ പുറത്ത് ചേച്ചി പെങ്ങൾ കുഞ്ഞുമ്മ കൊച്ചപ്പൻ വെല്ലിപ്പൻ എന്നാണ് പുള്ളിക്കാരത്ത് മില്ലി മാടോന്ന് വിളിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു മില്ലി മാടോ ഇനി കൊമ്പത്തെ ആളാണോ? ഈ ഈ ഈ ഈ ഈ നാറിയ കെൻറ്റുമാളിലെ സെക്രട്ടറി, ഈ അസോസിയേറ്റ് സെക്രട്ടറി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നാണായിപ്പോയി. എന്നുവെച്ചാൽ ഇത്രയും മുകളിൽ ഉള്ള ആൾ പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം. അതാണ് നാട്ടുകാരുടെ ആവശ്യം. എന്തായാലും ഗതികെട്ടാൽ ഇനി അവരുടെ കൈവിട്ട് പോകും ഈ ഒരു സമാധാനപരമായ സമരം. വരുന്ന ചൊവ്വാഴ്ച സമരം ശക്തമാക്കുകയാണ്. സ്കൂൾ ബസ്സുകളല്ലാതെ മറ്റൊരു വാഹനവും ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യില്ല എന്നാണ് സമരസമിതി നേതാക്കൾ എല്ലാവരും തന്നെ പറയുന്നത്. ഒരാളെയും ജോലിക്ക് വിടില്ല. ആ ഒരു രീതിയിലേക്ക് സമരം ശക്തമാക്കുകയാണ്. കാരണം ഒട്ടും നിൽക്കാൻ പറ്റത്തില്ല. ഈ ഒരു സമയത്ത് ഞാൻ ഈ റോഡിലാണ് നിൽക്കുന്നത്, ഇതിൻ്റെ പുറകിലേക്കാണ് ഒഴുക്കുന്നത്. എങ്കിലും അവിടെ നിന്നും ശക്തമായ ആ ഒരു ദുർഗന്ധം ഈ റോഡ് വരെ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. പോലീസ് ഉദ്യോഗസ്ഥർ പോലും പറയുന്നുണ്ട് എന്തൊരു നാറ്റമാണെന്ന്. ആ ഒരു രീതിയിലാണ് ഈ ജനങ്ങളുടെ ഈ ഒരു അവസ്ഥ. എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അധികാരികൾ എത്രയും വേഗം ഇടപെടണം. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.